ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹായ്. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ച് അലാം വെച്ചിട്ട് കിടന്നു. അതിങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഉറക്കവുമായിരുന്നു. ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അത് കാരണം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയത്. 9 മണിയൊക്കെ ആയി പോയപ്പോൾ. ക്ഷേത്രത്തിലേക്ക് പൂ വാങ്ങാനായിട്ട് പൂക്കടയിൽ കയറി പൂ വാങ്ങിക്കഴിഞ്ഞപ്പോൾ മോൾക്ക് ഇച്ചിരി പൂ കൊടുത്തു. അത് സ്ഥിരം ഉള്ളതാണ്. ഞങ്ങളും ഈ കടയിൽ നിന്നാണ് വാങ്ങാറ്. അവിടെ ടോയ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയേ കയറുള്ളൂ. മോള് നമ്മൾ വേറെ കയറാമെന്ന് വെച്ചാൽ അവൾ പിടിച്ച് അവിടെ തന്നെ കൊണ്ടുപോകും. അവൾക്ക് അവിടെ നിന്ന് ടോയ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് നല്ല തിരക്ക്. പിന്നെ ഫോൺ കൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. ഇത് കണ്ടോ, കതിരുകാള വെച്ചേക്കുന്നത് നല്ല രസമുണ്ടല്ലേ. എനിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയാലേ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ നല്ല മനസ്സമാധാനം കിട്ടും കേട്ടോ. എനിക്ക് മാത്രം ആയിരിക്കില്ല അങ്ങനെ തോന്നുന്നത്. എന്നാലും എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയുള്ളൂ. മനസ്സിനെന്തോ 2 ദിവസമായിട്ട് ഇച്ചിരി സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് നല്ല സമാധാനമാണ്. ഇനിയെല്ലാം ദേവി അങ്ങ് ഏറ്റോളൂ എന്നുള്ള ഒരു സമാധാനമാണ്. ഇവിടെ തീർത്ഥം ഇങ്ങനെയാണ് വയ്ക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലെയും പോലെ ഇങ്ങനെ കയ്യിൽ കൊടുക്കാറില്ല. നമ്മളത് എടുക്കുക ചെയ്യുന്നത്. അത് പാലും പിന്നെ വെള്ളവും പിന്നെ എന്തൊക്കെയാണ് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ക്ഷേത്രക്കുളത്തിൽ മീൻ കാണാൻ വന്നു. നല്ല രസമാണ് കേട്ടോ. അത് നോക്കിയേ, ഒത്തിരി ഉണ്ട്. ഇങ്ങനൊന്നും അല്ല, അങ്ങ് ഉള്ളിലോട്ട് ഒത്തിരി ഉണ്ട്. വലിയ മീനുകളുണ്ട്. നല്ല രസമാണ്. ആമയും ഒക്കെ ഉണ്ട്. അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒത്തിരി ആമയാണ്. വലിയ മീനുകളും ഇത്രയൊന്നും അല്ല, നല്ല വലിയ മീനുകളുണ്ട്. അങ്ങ് അപ്പുറത്ത് സൈഡിലോട്ട് കിടക്കുവാണ്. വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ചെറിയ മക്കൾക്കൊക്കെ ഇതൊരു കാഴ്ചയാണ് കേട്ടോ. വന്ന് നിൽക്കുന്ന എല്ലാവരും അവിടെ നിന്ന് പൊരിയൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കും. അതങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അത് കണ്ടു നിന്നിട്ട് പിന്നെ ഉണ്ണിയപ്പം വാങ്ങി. പായസം ചോദിച്ചപ്പോൾ ചൊവ്വയും വെള്ളിയും ആണ് പായസം ഉള്ളത്. അതുകൊണ്ട് പിന്നെ അത് വിട്ടു. ഉണ്ണിയപ്പം വാങ്ങിക്കൊണ്ടുവന്നു. നല്ല ടേസ്റ്റായിരുന്നു. ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം അല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ 2 പാക്കറ്റ് ഞാനും മോളും കൂടെ കഴിച്ചു തീർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ടാറ്റാ.